യുക്രൈൻ തീരത്ത് ചരക്ക് കപ്പലിനു നേരെ റഷ്യയുടെ ആക്രമണം 10 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ കാസർഗോഡ് സ്വദേശി അഖിൽ ജോയലും ഗിനിയ ബിസ്വ പതാക വഹിച്ച ഗോൾഡൻ ലിയോ എന്ന കപ്പലിന് നേരെ ഇന്നലെ വൈകിട്ടാണ് ആക്രമണമുണ്ടായത്. ഭാരതം, സിറിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് കപ്പലിലെ ജീവനക്കാർ. വിവരങ്ങളുമായി ഐസൻ ജോസഫ് ചേരുകയാണ്. ഐസൻ, 10 പേർ കൊല്ലപ്പെട്ട അതിഭീകരമായ ഒരു ആക്രമണത്തിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ മലയാളിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും രാഖി, ഒരു മലയാളിയും ഈ ആക്രമണത്തിൽ അല്ലെങ്കിൽ ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാസർഗോഡ് സ്വദേശിയായ മലയാളിയാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. 10 പേർ ഈ ആക്രമണത്തിൽ, അതായത് കപ്പലിന് നേരെ ഗിനിയ ബിസോയുടെ പതാക വഹിച്ച കപ്പലിന് നേരെ ഒഡേസയിൽ, അതായത് യുക്രൈൻ നഗരമായ ഒഡേസയുടെ തീരത്താണ് ഈ ആക്രമണം ഉണ്ടായത്. ആക്രമണം ഇന്നലെ രാത്രിയോടെയാണ് ഉണ്ടായത്. അതിശക്തമായ ആക്രമണം ഉണ്ടാവുകയും ഉടൻ തന്നെ 6 പേർ മരിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് മറ്റ് 4 പേർ കൂടി മരണം സംഭവിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കാണാതായ ഒരാൾ കൂടിയുണ്ട് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ 4 പേരെയും കാണാതായവരെ കണ്ടെത്തുകയായിരുന്നു, അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു. അതിശക്തമായ ഒരു ആക്രമണമാണ് നടന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രി ഈ ആക്രമണം നടക്കുന്നതിന് തൊട്ടു മുൻപായി കരിങ്കടലിലെ 3 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. റഷ്യയുടെ കപ്പലുകൾക്ക് നേരെയായിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ കൊണ്ടുപോകുന്നതിന് വേണ്ടി വന്ന കപ്പലുകൾക്ക് നേരെയായിരുന്നു യുക്രൈൻ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിൻ്റെ തിരിച്ചടിയായാണ് ഈ യുക്രൈൻ ഒഡേസ തീരത്തുള്ളായിരുന്ന ഈ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ അടുത്ത ദിവസങ്ങളിലായി, കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ അതിശക്തമായ ആക്രമണമാണ് നടക്കുന്നത്. ഒരാഴ്ചയായി 30ഓളം പേർ യുക്രൈനിൽ കൊല്ലപ്പെട്ടു ആക്രമണങ്ങളിൽ എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇന്നലെയും അതിശക്തമായ ആക്രമണം യുക്രൈൻ്റെ പല ഭാഗങ്ങളിലും നടക്കുകയും യുക്രൈൻ്റെ ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടായതുമായുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഈ 10 പേർ കപ്പലിലുണ്ടായിരുന്ന ഗിനിയ ബിസോക പതാക വഹിച്ച കപ്പലിൽ, അതായത് യുക്രൈൻ്റെ തീരത്ത് വെച്ച് ആക്രമണം നടക്കുകയും ആക്രമണത്തിൽ തകരുകയും ചെയ്തു. അത് ധാന്യങ്ങളും മറ്റു ചരക്കുകളും കയറ്റിയ കപ്പലാണ് ആക്രമണത്തിൽ തകർന്നതെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഒരു മലയാളി കൂടി കൊല്ലപ്പെട്ടു എന്നതാണ് ഏറ്റവും ദാരുണമായൊരു സംഭവം. ആ മലയാളി കാസർഗോഡ് സ്വദേശിയാണ്. കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹത്തിൻ്റെ ലഭ്യമാകുന്നേയുള്ളൂ. അദ്ദേഹത്തിൻ്റെ മൃതദേഹം നാട്ടിൽ കൊണ്ടുവരുന്നത് സംബന്ധിച്ചുള്ള നീക്കങ്ങളൊക്കെ പുരോഗമിക്കുന്നു എന്നാണ് എംബസി അറിയിച്ചിരിക്കുന്നത്. യുക്രൈൻ തീരത്താണ് ചരക്ക് കപ്പലിന് നേരെ റഷ്യയുടെ ആക്രമണം ഉണ്ടായത്. 10 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഈ കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളിയും ഉൾപ്പെട്ടിട്ടുണ്ട്. കാസർഗോഡ് സ്വദേശി അഖിൽ ജോയലിൻ്റെ ജീവനാണ് നഷ്ടമായത്. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ നമുക്ക് ലഭിക്കും. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിശദാംശങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഐസൻ ജോസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.